പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളും ഡബ്ല്യുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസുകളുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് ദി ബ്ലഡ് ലൈൻ എന്ന ഫാക്ഷൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. നിലവിൽ സ്മാക്ഡൗണിൽ ബ്ലഡ് ലൈനോട് അനുബന്ധിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റുകളെല്ലാം ഒരുപോലെ ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഫീഡ്ബാക്കുകളാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷവും പുറത്തേക്ക് വരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഏക പോസിറ്റീവ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഒരു ക്യൂരിയോസിറ്റി ഈ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ നിന്ന് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് അവർ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടനെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ബ്രൂട്ടലായി ആക്രമിച്ചു. ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡിയെയും കെവിൻ ഓവൻസിനെയും ബ്രൂട്ടലായി ആക്രമിച്ചു. കോഡി എന്തായാലും ഇതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അടുത്ത സ്മാക്ഡൗണിലും അപ്പിയർ ചെയ്യുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അവിടെയും ബ്ലഡ് ലൈൻ കോഡിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കോഡിയെ സഹായിക്കാൻ വരുന്നത് ആരും? അവിടെയാണ് ജിമ്മി ഊസോയുടെ തിരിച്ചുവരവിനും റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിനും സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അതിലുപരി ഈ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്മാക്ഡൗണിൻ്റെ വ്യൂവർഷിപ്പിൽ ചെറിയ വർധനവ് കൊണ്ടുവരാനും സാധിക്കും. അതിലൂടെ അവർ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുള്ള ആ റോമൻ റീൻസിൻ്റെ മാസ് റിട്ടേൺ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു പോസിറ്റീവ് മാത്രമാണ് നമുക്ക് ഈ സ്റ്റോറി ലൈനിൽ നിന്ന് വേറിട്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുവരുന്ന അതേ ഒരു സെഗ്മെൻറ്റുകൾ തന്നെയാണ് ബ്ലഡ് ലൈനിൽ ഇതുവരെ നമുക്ക് കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മറ്റൊന്നും നമുക്ക് പുതുതായി കിട്ടുന്നില്ല. പുതിയ മെമ്പേഴ്സ് വരുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും ബ്ലഡ് ലൈനിൽ നിന്ന് ഇതുവരെ പുതുതായി ലഭിച്ചിട്ടില്ല, ഈ ഒരു പോയിന്റ് ഒഴികെ. രണ്ടാമത്തെ അപ്ഡേറ്റ് ആൻഡ്രാഡെ വേഴ്സസ് കാർമെലോ ഹെയ്സ് തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. മത്സരം അതിഗംഭീരമായിരുന്നു. കാർമെലോ ഹെയ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആൻഡ്രാഡെ വിജയിച്ചു എന്നുണ്ടെങ്കിലും കാർമെലോ ഹെയ്സിൻ്റെ പ്രകടനം അത് ഗംഭീരമായിരുന്നു. ഈ ഒരു അഭിപ്രായം തന്നെയാണ് മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് വീഡിയോയിൽ ആൻഡ്രാഡയും പങ്കുവെക്കുന്നത്. കാർമെലോ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു, അദ്ദേഹത്തിന് നല്ല ഫ്യൂച്ചറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം തനിക്കാണെന്നും ആൻഡ്രാഡെ പറയുന്നുണ്ട്. ആൻഡ്രാഡയെ മിഡ് കാർഡ് ലെവലിൽ ഇപ്പോൾ കുഴപ്പമില്ലാതെ അവർ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ആൻഡ്രാഡയെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. LA നൈറ്റ് പുതിയ ചാമ്പ്യനായി മാറിക്കഴിഞ്ഞാൽ ആൻഡ്രാഡയെ ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവന്ന് ചാമ്പ്യൻഷിപ്പ് ഫ്യൂഡുകൾ കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ കാർമെലോ ഹെയ്സിനും കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈൻ ഇതുപോലെ തന്നെ തുടർന്നുള്ള സ്മാക്ഡൗണിൽ കൊടുത്താൽ അദ്ദേഹത്തെയും ഭാവിയിലെ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്ന കണ്ടൻഡറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം കൃത്യമായി ഭാവിയുള്ള WWEയുടെ ഒരു ഭാവിയിലെ താരങ്ങൾ ആണെന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ തന്നെ സാധിക്കുന്ന റെസ്ലേഴ്സാണ്. എന്തായാലും ആൻഡ്രാഡെ വേഴ്സസ് കാർമെലോ ഹെയ്സ് തമ്മിലുള്ള ഈ ഒരു സ്റ്റോറി ഇനിയും തുടരാനുള്ള സാധ്യതകളും ഉണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ടിഫനി സ്ട്രാറ്റൻ്റെ മിസിസ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് ബെയ്ലി തകർത്തതിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടിഫനി സ്ട്രാറ്റൻ വേഴ്സസ് മീച്ചിൻ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നടക്കുകയുണ്ടായി. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ബെയ്ലിയുടെ ഒരു ഡിസ്ട്രാക്ഷൻ അത് മുതലെടുത്തുകൊണ്ട് മീച്ചിൻ ടിഫനിയെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ റിസൾട്ട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു മത്സരത്തിന് ഞാൻ. കാരണം ടിഫനിയെ പോലെ മണി ഇൻ ദ ബാങ്ക് ഒക്കെ വിജയിച്ച് നിൽക്കുന്ന ഒരു റെസ്ലർ മീച്ചിനെ പോലെയുള്ള ഒരു റെസ്ലറിനെതിരെ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ ആ താരത്തിൻ്റെ ആ ഇതുവരെ വന്നിട്ടുള്ള ഒരു മൊമെൻറ്റത്തിന് നല്ല രീതിയിൽ കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും മികച്ച രീതിയിൽ അവർ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ബ്രീഫ് കേഴ്സ് തകർത്തതും ഇനി ടിഫനി മിക്കവാറും അടുത്ത സ്മാക്ഡൗണിൽ അത് ആ ഒരു താരത്തിൻ്റെ ഒരു പിങ്ക് കളറിലുള്ള ഒരു ബ്രീഫ് കേഴ്സ് കൊണ്ടുവരുന്നതും അതിലേക്കും നയിക്കാനുള്ള ഒരു പോയിൻ്റായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. കൂടാതെ അടുത്ത സ്മാക്ഡൗണിലേക്ക് ഈ സ്റ്റോറി ലൈൻ പ്രകാരം മറ്റൊരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അത് മിസിസ് മണി ഇൻ ദ ബാങ്കായ ടിഫനി സ്ട്രാറ്റൻ 2024 ക്വീൻ ഓഫ് ദ റിംഗ് വിജയിച്ച നയ ജാക്സ് ഇവർ നേരിടുന്നത് മീച്ചിൻ, വുമൻസ് ചാമ്പ്യനായ ബെയ്ലി തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരമാണ് കളിക്കുന്നത്. LA നൈറ്റ് വേഴ്സസ് സാന്റോസ് എസ്കോബാർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DIY എന്ന് പറയുന്ന പുതിയ WWE ടാഗ് ടീം ചാമ്പ്യന്മാരുടെ പുതിയ എതിരാളികളെ കണ്ടുപിടിക്കുന്ന ഒരു നമ്പർ 1 കണ്ടൻഡർ ഗോട്ട്ലെറ്റ് മത്സരം ഒരു 6 ടീം പങ്കെടുക്കുന്ന മത്സരം കൂടി അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. സമ്മർ സ്ലാം 2024 LA നൈറ്റിനെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോൾ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുന്നു.
മറ്റൊരു അപ്ഡേറ്റ് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ടാഗ് ടീമുകളിൽ ഒന്ന് WWE വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു റൂമർ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. റെസ്ലിംഗ് ഒബ്സർവറായ ഡേവ് മെൽസറുടെ പുതിയ റിപ്പോർട്ടും ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ റിപ്പോർട്ടും ഒക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ MCMG എന്ന് പറയുന്ന മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് WWE ഒരു ഡെബ്യൂ വൈകാതെ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ടീം AEWൻ്റെ ബാക്ക് സ്റ്റേജിലൊക്കെ ഇക്കഴിഞ്ഞ മാസത്തിൽ അപ്പിയർ ചെയ്തപ്പോൾ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആദ്യം പുറത്തേക്ക് വന്ന വാർത്തകൾ എന്നുണ്ടെങ്കിലും AEWനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫർ ഇവർക്ക് മുന്നിലേക്ക് വെച്ചത് WWE ആണ്. കൂടാതെ WWE വരുന്നതാണ് ഇവരുടെ ഭാവി റെസ്ലിങ്ങിന് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ WWE കോൺട്രാക്റ്റിനാണ് മുൻഗണന കൊടുത്തത് എന്നുള്ളതും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കോൺട്രാക്റ്റിൽ ഒപ്പിട്ടു എന്നുള്ളത് ഇതുവരെ ഒരു വെബ്സൈറ്റും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ WWE കൂടാരത്തിലേക്ക് എന്നുള്ളതിൻ്റെ സാധ്യതകൾ തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പോയിന്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ MCMG എന്ന് പറയുന്ന ടീം കൂടി WWE വരുമ്പോൾ ടാഗ് ടീം ഡിവിഷൻ ഒന്നും കൂടി സ്ട്രോങ് ആകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു അപ്ഡേറ്റ് ബ്ലഡ് ലൈനിലേക്ക് പുതിയ മെമ്പർ വരുന്നതിൻ്റെ സാധ്യതകൾ ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഹിക്കല്ലയോ എന്ന് പറയുന്ന ടോങ്ക ലോവ തുടങ്ങിയവരുടെ സഹോദരൻ WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഹിക്കല്ലയോ WWE കൂടാരത്തിലേക്ക് എത്തും എന്നുള്ളത്. കാരണം 2023 തന്നെ ഹിക്കല്ലയോ ട്രിപ്പിൾ എച്ചിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. അന്ന് പക്ഷേ WWE പുറത്തുനിന്നുള്ള റെസ്ലേഴ്സിൻ്റെ അങ്ങനെ സൈൻ ചെയ്തിരുന്നില്ല. ഹിക്കല്ലയോ പിന്നീട് ഒരു വർഷം കൂടി ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കി. ഇപ്പോൾ ഇതാ കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുന്നു. പിന്നീട് ഇതാ താരം ഇപ്പോൾ WWE സൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ലൈനിലേക്ക് ഹിക്കല്ലയോ എങ്ങനെ ജോയിൻ ചെയ്യും എന്നുള്ളത് നമുക്കിനി സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇതുവരെ ടോങ്ക ലോവ, ജാക്കബ് ഫാറ്റ് തുടങ്ങിയവരെ ഡെബ്യൂ ചെയ്യിപ്പിച്ച രീതി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഹിക്കല്ലയെ ഡെബ്യൂ ചെയ്യിപ്പിക്കുക. സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഡെബ്യൂ തന്നെ ആയിരിക്കും. ബ്ലഡ് ലൈനിലേക്ക് നിലവിൽ സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് തന്നെയായിരിക്കും നിലവിൽ ഹിക്കല്ലയും കൂടി ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ളത്. എന്നാൽ WWE റിംഗിലേക്ക് വരുമ്പോൾ ഹിക്കല്ലയുടെ പേര് ടോങ്ക എന്നുള്ളൊരു പേരായിരിക്കാനും സാധ്യതയുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള പോയിന്റ് മുൻ WWE ചാമ്പ്യനായ ജിന്ദർ മഹാലിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ജിന്ദർ മഹാലിനെ WWE പുറത്താക്കിയിരുന്നു. ഇന്ത്യൻ താരമായ ജിന്ദർ മഹാൽ ഇപ്പോൾ GCW എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനിയിൽ ഡെബ്യൂ ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലേക്കുള്ള ഒരു വരവ് അറിയിച്ചിട്ടുണ്ട്. കാരണം 90 ദിവസത്തെ നോൺ കോമ്പറ്റീവ് ക്ലോസ് കഴിഞ്ഞ ഉടനെ തന്നെ ജിന്ദർ മഹാൽ രാജ് ദേശി എന്ന് പറയുന്ന ഒരു റിംഗ് നെയിം സ്വീകരിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സർക്യൂട്ടുകളിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നു. ജിന്ദർ മഹാൽ വൈകാതെ ഒരു സിംഗിൾ പ്രൊമോഷനുമായി, അതായത് ഒരു സിംഗിൾ റെസ്ലിംഗ് കമ്പനിയുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്തേക്കും എന്നുള്ളൊരു റൂമർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. WWE തിരികെ വരാൻ താരം തയ്യാറാണെങ്കിൽ പോലും പഴയ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ താൻ ഇനി വരില്ല എന്നുള്ളതും ജിന്ദർ മഹാൽ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ജിന്ദർ മഹാലിൻ്റെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.